നമസ്കാരം. ശനി ഇപ്പോൾ കുംഭരാശിയിലാണ്. കുറച്ച് ദിവസങ്ങൾ ചില നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശനിയുടെ സ്തംഭനാവസ്ഥ ആർക്കൊക്കെ ദോഷം ചെയ്യും, ആരൊക്കെയാണ് ഈ ദിവസങ്ങളിൽ സൂക്ഷിക്കേണ്ടത്, എത്ര നാൾ ഇത് നിലനിൽക്കും, കൂടാതെ ശനിയുടെ സ്തംഭനാവസ്ഥ മൂലം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. മിഥുനം 9 മുതൽ 23 തീയതി വരെ ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ സ്തംഭനാവസ്ഥയിലാണ് ശനി. മിഥുനം 19 മുതൽ ക്രമഗതിയിൽ നിന്നും വക്രഗതിയിലേക്ക് ശനി മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മിഥുനമാസത്തിലെ ഏതാനും ദിവസങ്ങൾ ശനി ഏതാണ്ട് സ്തംഭനാവസ്ഥയിലാണ് എന്ന് തന്നെ പറയാം. ഈ സ്തംഭനാവസ്ഥ ഏതാനും നക്ഷത്രക്കാർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കും. അങ്ങനെയുള്ള വ്യക്തികൾ കരുതലെടുക്കേണ്ടതാണ്. മിഥുനം 9, അതായത് ജൂൺ 23 മുതലാണ് ശനി സ്തംഭനാവസ്ഥയിലേക്ക് മാറുന്നത്. 15 ദിവസക്കാലമാണ് ശനിയുടെ സ്തംഭനാവസ്ഥ. 15 ദിവസവും ഏതാനും നക്ഷത്രക്കാർ, അതായത് ശനിയുടെ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, കൂടാതെ ചതയം, പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് ശനിയുടെ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. മകരം, കുംഭം രാശികളിൽ ലഗ്നമായി ജനിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ശനിയുടെ സ്തംഭനാവസ്ഥ ദോഷകരമാകാം. അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുട്ടാതി എന്നീ നക്ഷത്രക്കാർക്കും ശനിയുടെ മകരം, കുംഭം രാശികളിൽ ലഗ്നമായി ജനിച്ചവർക്കും ശനിയുടെ ദശാപഹാര കാലങ്ങളിലൂടെ കടന്നു പോകുന്നവരും ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ ഇപ്പോൾ കണ്ടക ശനിയുള്ള നക്ഷത്രക്കാർ, ഏഴര ശനിയുള്ള നക്ഷത്രക്കാർ, അഷ്ടമ ശനിയുള്ള നക്ഷത്രക്കാർ ഇവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഇടവക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും വൃശ്ചികക്കൂറുകാർക്കും ഇപ്പോൾ കണ്ടക ശനിയാണ്. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാർ ശനിപ്രീതി വരുത്തുക എന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. ശനിയുടെ സ്തംഭനാവസ്ഥ പ്രകൃതിയെയും ബാധിക്കും. ഈ ദിവസങ്ങളെല്ലാം തന്നെ ന്യൂനമർദ്ദം ശക്തമാവുകയും പേമാരിയും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പ്രകൃതിയിൽ നിന്നും ദുരാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രതീക്ഷിക്കുക. മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെല്ലാം ശനീശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക. ഇനി ഇതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ട പ്രതിവിധികൾ കൂടി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ക്ഷേത്ര ദർശനത്തിലൂടെ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. ശിവക്ഷേത്രത്തിൽ അർച്ചന നടത്തുക, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക, ജലധാര നടത്തുക, കൂവളമാല സമർപ്പിക്കുക തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കുന്നത് നല്ലതാണ്. കൂടാതെ ശാസ്താവിന് എള്ള്, നെയ്വിളക്ക്, നീരാഞ്ജനം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ദോഷഫലത്തെ ഇല്ലാതാക്കും. ശനീശ്വരൻ ക്ഷിപ്രപ്രസാദിയാണ്. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ഈ വഴിപാടുകൾ നടത്തുന്നത് ഗുണം ചെയ്യും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.